സമീപകാലത്ത് ഇന്ത്യൻ പാർലമെന്റിലും ദേശീയ രാഷ്ട്രീയത്തിലും കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും ശക്തമേറിയ ബി.ജെ.പി. ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞ ഒന്നാമത്തെ രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രതിഷേധവും അതിന്മേൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ സമാനതകളില്ലാത്ത ആഞ്ഞടികളുമെല്ലാം. അതായത് CJP സമരവും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണമായ പിന്തുണയുമാണ് ബി.ജെ.പിയെ അപ്പാടെ ഉലച്ചു കളഞ്ഞത്. 3.5 ആഴ്ചയോളമാണ് ജന്തർ മന്ദറിലെ സമരം രാജ്യ തലസ്ഥാനത്ത് പുകഞ്ഞു കത്തിയിട്ടും അയോധ്യയിലെ ക്രമക്കേടുകൾ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടും പാർലമെന്റിൽ വന്ന് മറുപടി പറയാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ തയ്യാറാകാതിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനെതിരെ മിണ്ടാൻ മുതിർന്നിട്ടുമില്ല. എന്നാൽ ഒടുവിൽ പാർലമെന്റിലെത്തിയ ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനും ഒളിച്ചുകളികൾക്കും നേരെ മാസ് മറുപടിയുമായി മൂർച്ചയേറിയ ചോദ്യങ്ങളുമായും കളം നിറയുകയായിരുന്നു ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സ്വന്തം അവകാശങ്ങൾക്കും ഭാവി മുന്നേറ്റങ്ങൾക്കും വേണ്ടി ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥി യുവജനങ്ങളെ ഡൽഹി പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചപ്പോൾ അതുപോരാഞ്ഞ് അവർക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ വരെ ഉപയോഗിച്ചപ്പോൾ പ്രതിപക്ഷം ചോദ്യം ചോദിക്കരുത്, മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിച്ച കേന്ദ്ര സർക്കാരിന്റെ അഹങ്കാരത്തിന് മുനയൊടിക്കുന്ന മറുപടിയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ വന്ന് പ്രസംഗം നടത്തും, അതുകൊണ്ട് പ്രതിപക്ഷ ബഹളം വയ്ക്കാതെ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ ജനങ്ങളെ വീണ്ടും വിഡ്ഢികളാക്കാൻ നോക്കിയ ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി ആ ചോദ്യങ്ങളെല്ലാം തുളച്ചു കയറ്റിയിരിക്കുന്നത്. സഭയിൽ വന്ന് അമിത്ഷാ വെറുമൊരു കഥയോ രാഷ്ട്രീയ പ്രസംഗമോ നടത്തിയാൽ പോരാ, കൃത്യമായ മറുപടി തരണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആ ആഞ്ഞടി ബി.ജെ.പിയുടെ സകല പ്രതിരോധ കോട്ടങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുകയാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ച ആ ചോദ്യം എത്രമാത്രം ലളിതവും എന്നാൽ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതുമായിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഡൽഹി പോലീസ് വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണെന്നുള്ള ഒറ്റ യാഥാർത്ഥ്യത്തിന് മുന്നിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി അമിത്ഷായുടെ മുഖത്ത് നോക്കി കൃത്യമായ 2 ഓപ്ഷനുകൾ വെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, രാജ്യത്തെ യുവജനങ്ങൾക്ക് നേരെ, പഠിക്കുന്ന കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാനും ആണികൾ തറച്ച ലാത്തികൾ കൊണ്ട് അടിച്ചു തകർക്കാനും ഉത്തരവിട്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിൽ, നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ചോര വീഴ്ത്താനും അവരെ വെടിവെച്ച് കൊല്ലാനും നോക്കിയതിന് അദ്ദേഹം 100% കുറ്റക്കാരനാണ്. ആ കുറ്റം ഏറ്റെടുത്ത് അദ്ദേഹം മാപ്പ് പറയുകയും രാജിവെക്കുകയും വേണം. ഇനി രണ്ടാമത്തേതാണെങ്കിലോ, സ്വന്തം മൂക്കിന് താഴെ ഡൽഹിയിൽ പോലീസുകാർ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചിട്ടും കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നതെങ്കിൽ ആ കസറിലിരിക്കാൻ അദ്ദേഹം ഒട്ടും യോഗ്യനല്ലാത്ത അങ്ങേയറ്റം കഴിവുകെട്ടവനായ ഒരു ഭരണാധികാരിയാണ്. ഈ 2 അവസ്ഥയിലായാലും അമിത്ഷാ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചതോടെ ബി.ജെ.പിയുടെ സൈബർ ഇടങ്ങളും പാർലമെന്ററി പ്രതിരോധവും തരിപ്പണമാകുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതല്ലേ നമ്മൾ ചോദിക്കേണ്ടതും? 3.5 ആഴ്ച പിന്നിടുകയാണ്. രാജ്യ തലസ്ഥാനത്ത് കുട്ടികൾ തല്ലിച്ചതയ്ക്കപ്പെടുകയാണ്. യൂണിഫോം ഇട്ട പോലീസുകാരും അല്ലാത്തവരും വന്ന് മർദ്ദനം അഴിച്ചുവിടുന്നു. ഇതിനൊന്നും മറുപടി പറയാൻ വാതുറക്കാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ 100% ശരിയായതല്ലേ? സാധാരണക്കാരായ കുട്ടികളുടെ എല്ലൊടിക്കുന്ന രീതിയിലാണ് ഡൽഹി പോലീസ് പെരുമാറിയത്. നിരവധി കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ചിലർക്ക് കാഴ്ചശക്തി വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത്രയും ക്രൂരമായ നരനായാട്ടം നടന്നിട്ടും കഴിഞ്ഞ 20 ദിവസമായി പാർലമെന്റിൽ വന്ന് മറുപടി പറയാൻ അമിത്ഷാ തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷം കൊണ്ടുവന്ന സകല ചർച്ചാ പ്രമേയങ്ങളെയും സർക്കാർ തള്ളിക്കളയുകയായിരുന്നു. ഒടുവിൽ വിഷയം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു എന്ന് പറയുന്നു, ദാ അമിത്ഷാ വന്ന് പ്രസംഗം നടത്തും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാപൊത്തി മിണ്ടാതിരിക്കണമെന്ന്. ഇതിനാണ് രാഹുൽ ഗാന്ധി ആ കിടിലൻ മറുപടി കൊടുത്തത്. ഞങ്ങൾക്ക് അമിത്ഷായുടെ വെറും കഥകളും പ്രസംഗങ്ങളും കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്കറിയേണ്ടത് ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആരാണ് ഈ കുട്ടികളെ തല്ലാൻ ഉത്തരവിട്ടത്? അമിത്ഷാ ഉത്തരം പറയുന്നതിനൊപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് വേറെയും 2 നിർണായകമായ ആവശ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, രാജ്യത്തെ വിദ്യാർത്ഥികളോട് ഈ ആക്രമണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി മാപ്പ് പറയണമെന്നത്. രാജ്യത്തെ കുട്ടികളുടെ ചോര വീഴ്ത്തിയതിന് പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകൂ. രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതായി അവകാശപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യ തലസ്ഥാനത്ത് ഇത്ര വലിയൊരു വിദ്യാർത്ഥി പ്രതിഷേധവും അക്രമവും നടക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്നടിച്ച് ധർമ്മേന്ദ്ര പ്രധാന്റെ ജന്മദിനാഘോഷത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്തെ കുട്ടികളെ അവഗണിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദി സർക്കാരും അവരുടെ ഭരണകൂടവും ഈ വിഷയത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞേ മതിയാകുമെന്നാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസും പറയുന്നത്. രണ്ടാമത്തെ വിഷയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉന്നയിച്ച കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിൽ നിന്നും പണം കൊള്ളയടിച്ചതിനെക്കുറിച്ച് സർക്കാർ പാർലമെന്റിൽ വ്യക്തമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുമ്പോഴൊക്കെ
അവരുടെ മൈക്കുകൾ ഓഫ് ചെയ്ത് നിശബ്ദമാക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. എതിരാളികൾക്കെതിരെ ചെറിയ കേസുകൾ വരുമ്പോൾ പോലും EDയെയും CBIയെയും പറഞ്ഞുവിട്ട് വേട്ടയാടുന്ന BJPയുടെ രാഷ്ട്രീയ നാടകങ്ങൾ നമുക്കറിയുന്നതാണ്. എന്നാൽ എന്തുകൊണ്ട് അയോധ്യയിലെ പണക്കോയിൻ വിഷയത്തിലും, അതായത് അവിടുത്തെ പണങ്ങൾ കോടിക്കണക്കിന് നഷ്ടപ്പെട്ട വിഷയത്തിലും അഴിമതി ആരോപണങ്ങളിലും ED അന്വേഷണം നടക്കുന്നില്ല? ED ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഭയ്ക്കുള്ളിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ഈ മൂർച്ചയേറിയ ചോദ്യങ്ങളിൽ പൂർണ്ണമായും ഭയന്നുപോയ BJP ഒടുവിൽ വിഷയം തിരിച്ചുവിടാൻ പാർട്ടി അധ്യക്ഷൻ JP നദ്ദയെ ഇറക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജന്തർ മന്ദറിൽ വെടിവെപ്പ് നടന്നിട്ടില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നദ്ദ ശ്രമിച്ചത്. എന്നാൽ BJPയുടെ ഈ നുണപ്രചരണങ്ങളെയും രാഹുൽ ഗാന്ധി അടിയോടെ പിഴുതെറിയുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരതകളുടെ എല്ലാ വീഡിയോ തെളിവുകളും കോൺഗ്രസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി അത് സുരക്ഷിതമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ നേരിട്ട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി അവർക്ക് വലിയൊരു ഉറപ്പാണ് നൽകിയത്. രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിക്കും നീതി ഉറപ്പാക്കും. ഇത് പ്രതിപക്ഷത്തിന്റെ ഗ്യാരണ്ടിയാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്ന അമിത്ഷായും BJP സർക്കാരിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ തങ്ങൾ ഈ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഹീറോയായി മാറുമ്പോൾ BJP കൈകളിൽ വലിയ വിള്ളലുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ജനങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പോലും കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായി ഉണ്ടാകുന്നു. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയിരിക്കുമ്പോൾ വെറുമൊരു അധികാര കസേര അല്ല ജനങ്ങൾ തരുന്നത്. ആ ചുമതലയിൽ നിന്നുകൊണ്ട് കുട്ടികളെ സംരക്ഷിക്കാനും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിയാനുമാണ് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ ആകേണ്ടത്. അല്ലാതെ ഞാൻ ഇത്ര കോടി രൂപയ്ക്ക് യാത്ര ചെയ്തു എന്ന കഥകൾ കേൾക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യവുമില്ല. കോടികൾ യാത്രാ ചെലവുകൾക്കായി ഉപയോഗിക്കുമ്പോൾ ഇവിടെ പട്ടിണിപ്പാവങ്ങൾ തെരുവിൽ കഴിയുകയാണ്. BJP നേതാക്കൾ കൊള്ളയടിച്ച അയോധ്യയിലെ തെരുവുകളിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ് വീടുകളും കുടിലുകളും നഷ്ടപ്പെട്ട് നഗരത്തിൻ്റെ മൂലകളിൽ ആട്ടിയോടിക്കപ്പെട്ടത്. അവരുടെ സകല അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതായി. അതിനൊക്കെ കർമ്മയുടെ ഫലം അനുഭവിച്ച മതിയാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. രാമൻ്റെ പേരിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. രാമനാണ് ഞങ്ങളുടെ ദൈവം, ഹിന്ദുക്കളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഭരണകൂടത്തിന് കീഴിൽ എത്രയോ മനുഷ്യർ ഇന്നും അടിമകളെ പോലെ കഴിയുകയാണ്. ജാതിയുടെ പേരിൽ ആളുകൾ തല്ലിക്കൊല്ലപ്പെടുന്നു, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഉയർന്ന ജാതിയിലുള്ള കുട്ടികൾ ബെഞ്ചിലിരിക്കുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ള കുട്ടി തറയിലിരുന്ന് പഠിക്കേണ്ട ഗതികേടുണ്ടാകുന്നു. ഇതാണോ BJP പറയുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തോട് മാപ്പ് പറയുക തന്നെ വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. 3 ആഴ്ചയോളം സഭയിൽ വരാതിരുന്നത് BJPയുടെ ഭരണരാഷ്ട്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് കോൺഗ്രസും കാണുന്നത്. രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടി പ്രതിഷേധിച്ചിട്ടും പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ ഗുരുതരമായി പരിക്കേറ്റ സംഭവം വരെ ഉണ്ടായിട്ടും അതിൽ മറുപടി പറയാൻ കഴിയാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് രാജ്യം ഭരിക്കുന്നെങ്കിൽ എന്തിനാണ് ആ സ്ഥാനത്ത് തുടരുന്നെന്നുള്ളതാണ് പ്രധാനമായി ചോദ്യമായി ഉണ്ടാകുന്നത്. ഇതിനൊക്കെ ഉത്തരം BJPയും അതുപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞേ മതിയാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഉത്തരം പറയാതെ ഈ പ്രതിപക്ഷവും ഈ രാജ്യവും നിങ്ങളെ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതെ നിങ്ങളുടെ പരാജയം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്ന പാർട്ടി അവർ പറയുന്ന ഈ ഭാരതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്ന കാഴ്ചയാകും രാജ്യം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രതിപക്ഷവും പറഞ്ഞു വെക്കുന്നത്.